അങ്ങനെ വേളാങ്കണ്ണി മാതാവിൻ്റെ അടുത്തുള്ള രണ്ടാമത്തെ ദിവസം കേട്ടോ കുർബാന കാണാൻ വേണ്ടി വന്നേക്കാണ്. മലയാളം കുർബാന. നമ്മൾ താമസിച്ച സ്ഥലത്തെ ചേട്ടൻ നമുക്ക് രാവിലെ തന്നെ പൂരിയും ഉരുളക്കിഴങ്ങേറി ഉണ്ടാക്കി തന്ന് അത് കഴിച്ച് നേരെ ഈ പള്ളിയിലേക്ക് വന്ന് രാവിലെ 9 മണിക്കുള്ള ഈ കുർബാനയ്ക്ക് നമ്മൾ താമസിച്ച സ്ഥലത്ത് നിന്ന് തന്നെ ഓട്ടോറിക്ഷക്കാണ് വന്നത്. ഓട്ടോറിക്ഷ ചാർജ് ആയത് 70 രൂപയാണ്. ഇവിടുത്തെ നേർച്ചകളെ പറ്റി ഒന്ന് ഈ ചേച്ചിയോട് ചോദിക്കാം. ചേച്ചി, ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കല്യാണം കഴിക്കാത്തവർക്ക് കല്യാണം നടക്കാൻ വേണ്ടി ഇത് എവിടെ കെട്ടും? കൊടിമരത്തിൽ കെട്ടും. പിന്നെ ഇതാ താഴും താക്കോലും പെരപണി നടക്കാത്ത വരുമ്പോ താഴും താക്കോലും പൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെരപണി വേഗം നടക്കും. ഇത് കയ്യും കാലൊക്കെ അസുഖം മാറാണ്. കയ്യും കാല് നേർച്ച രൂപങ്ങള് കണ്ണുചെടി എല്ലാം ഉണ്ടാവും. അങ്ങനെ ഏത് അവയവത്തിനാണോ അസുഖം ഉള്ളത് അത് നേർച്ചപ്പെട്ടിയിലിടും. പിന്നെ ഇവിടെ ഒരു തെങ്ങ് വെച്ചേക്കണുണ്ട്. അതെന്തിനാണ്? പിള്ളേരില്ലാത്തവർക്ക് അതെവിടെ കൊണ്ടേ കുഴിച്ചിടണം? പള്ളിയിൽ കൊടുക്കണം. വേറെ എന്താ നേർച്ച ഉള്ളത്? കുഞ്ഞുണ്ടാവാനായിട്ട് തൊട്ടില്, ടവൽ തൊട്ടിലല്ലേ. പിന്നെ പിന്നെ സാരി മാതാവിന് സാരി കുടുംബം നന്നായിട്ടിരിക്കണേന്ന് പ്രാർത്ഥിച്ച് സാരി കൊടുക്കും. അതകത്ത്. വേറെ വേറെ തലമുട്ടടിക്കണതാ അത് കാര്യം നമ്മള് നടത്തി കിട്ടിയതിന്റെ സന്തോഷത്തിന് തലമുടി കൊടുക്കണം. മുട്ടിലെഴയണത് നേർച്ച തന്നെ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഇവിടെ നേർച്ച ഉള്ളത്. ഓക്കെ ചേച്ചി, താങ്ക് യു. അപ്പം രാവിലെ 9 മണിക്കുള്ള ആ കുർബാന കഴിഞ്ഞ് നാട്ടിലുള്ള പോലെ തന്നെ ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് ഇറങ്ങണ പോലെ എല്ലാവരും മലയാളികളാണ് കേട്ടോ. ഞങ്ങൾ ഇറങ്ങണ സമയത്ത് പെട്ടെന്ന് സെക്യൂരിറ്റികളൊക്കെ ഓടി വന്ന് എല്ലാവരും പിടിച്ച് മാറ്റലും ബഹളവും വഴിയൊരുക്കലും കാര്യങ്ങളും എന്താണ് സംഭവം എന്നൊന്നും പിടികിട്ടില്ല. എന്തായാലും ഞങ്ങളെല്ലാവരും കുർബാന കഴിഞ്ഞ് ഇറങ്ങണ സമയമായതുകൊണ്ട് തന്നെ എന്താണെന്നൊന്ന് കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞ് എല്ലാവരും നോക്കിയിരുന്നത്. ഇതൊക്കെ നമ്മുടെ വരാപ്പുഴയിലൊക്കെ ഉള്ള ചേച്ചിമാരും ഫാമിലിയൊക്കെ ഉണ്ടാകും. അപ്പം ഞങ്ങൾ കാത്തു നിന്നതിന് ഒരു ഫലം കണ്ട് മാർപ്പാപ്പട പോലെ ഇരിക്കണ 2 പേര് ആരാണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞൂടാ. എന്തായാലും കർദിനാളാ ബിഷപ്പാ അങ്ങനെ ആരോ ആണ്, ഇംഗ്ലീഷുകാരാണ്. അപ്പോൾ അവർ വന്നിറങ്ങി നമുക്ക് അവരെ തൊട്ടടുത്ത് കാണാൻ പറ്റി. അവിടെ ഉള്ളവർ പറഞ്ഞത് ഒരുപാട് പേര് കാത്തിരുന്നാൽ പോലും കാണാൻ പറ്റാത്ത ഒരു ആളെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയെന്നാണ്. അപ്പോൾ അതെന്തായാലും മാതാവിൻ്റെ അനുഗ്രഹം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ മാങ്ങ ഉപ്പിലിട്ടത് കണ്ടു കഴിഞ്ഞപ്പോൾ വാങ്ങിച്ച് കഴിക്കാനൊരു കൊതി. അങ്ങനെ ഞങ്ങൾ മാങ്ങ നല്ല അടിപൊളി മാങ്ങയുണ്ട അത് വാങ്ങിച്ച് കഴിച്ച്. ഒരു കാര്യം കൂടി ഓർക്കണം, അച്ചാറിടാനായിട്ട് മാങ്ങയുടെ ഇടയിൽ കിടക്കണം ഞങ്ങളാണ്ട് ഇവിടെ വന്നിട്ട് വീണ്ടും മാങ്ങ വാങ്ങിച്ച് കഴിക്കണം. പിന്നെ ഇവിടെ യേശുവിൻ്റെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. അത് നമുക്ക് വേളാങ്കണ്ണിയിൽ എവിടെ നിന്ന് നോക്കിയാലും കാണാവുന്ന രീതിക്കുള്ള അത്രയും വലിയ സ്റ്റാച്ചു ആണ്. ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് അവിടെ ബിഷപ്പൊക്കെ വന്നേക്കണതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് ഫോട്ടോസ് എടുത്ത് ആ ഫോട്ടോസ് ഞാനിവിടെ ഷെയർ ചെയ്യാം. ഇത് അങ്ങേ അറ്റത്ത് കാണുന്നത് ഒരു ആരാധനാലയം ഉണ്ടാ. ആ കാണുന്നത് വേളാങ്കണ്ണി പള്ളി. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് ഒരു ചാപ്പൽ കാണുന്നത്. അപ്പോൾ ആ ആരാധനാലയത്തിൽ പോയി തിരിച്ച് പിന്നെ ഇത്രയും ദൂരം നടന്ന് ചാപ്പലിലേക്ക് വരുമ്പോൾ അമ്മാമ്മക്ക് കാലുവേദന എടുക്കുമെന്നുള്ളതുകൊണ്ട് ഞാനും അമ്മാമ്മയും നേരെയും ചാപ്പലിൽ പോയി ഇരുന്നോളാന്ന് പറഞ്ഞ് അങ്ങനെ അവരൊക്കെ ആരാധനാലയത്തിലേക്ക് പോയിട്ടാണ്. പോണ വഴിക്ക് അവിടെ കണ്ടൊരു കാഴ്ചയാണ് നമ്മുടെ ലൂബിക്കൊക്കെ വിൽക്കാൻ വെച്ചേക്കണം. നോക്കി ഞങ്ങൾ ഇന്ന് ട്രാവൽ ചെയ്യണ ദിവസം ആയതുകൊണ്ട് തന്നെ മാങ്ങ മാത്രം കഴിച്ച് നിർത്തി. കാര്യം വയറെങ്ങാനും കേടായി കഴിഞ്ഞാൽ ട്രെയിനിൽ അറിയാലോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞങ്ങൾ നേരെ കയറിയ ചാപ്പലിൽ കുറേ നേരം ഇരുന്ന് അത് കഴിഞ്ഞ് വേളാങ്കണ്ണി മാർക്കറ്റിലൂടെ നടന്ന് ഒരു കരിക്കൊക്കെ കുടിച്ച് നേരെ റൂമിലേക്ക് പോയി. ഞങ്ങൾ താമസിച്ചതും ഈ ഫുഡൊക്കെ റെഡിയാക്കി തന്നതും ഡിവൈൻ സീ ബീച്ച് എന്ന് പറയുന്ന ഹോട്ടലിലാണ് കേട്ടോ. ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി വന്നപ്പോഴേക്കിനും തോരനും ചിക്കൻ കറിയും ചോറും ചപ്പാത്തിയും പിന്നെ വൈകുന്നേരം നമ്മുടെ ട്രെയിനിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയും എല്ലാം റെഡിയായിരുന്നു. നമ്മളിത് ഇവിടെ ഒരു നേരത്തെ ഫുഡ് വെക്കുന്നതിന് ഇവർക്ക് കൊടുത്ത പൈസ എന്ന് പറയുന്നത് 350 രൂപ കേട്ടോ. അങ്ങനെ ഇവർ ഇന്നലെ രാവിലെ മുതൽ ഇന്ന് വൈകുന്നേരം വരെയുള്ള ഫുഡുകളെല്ലാം വെച്ച് റെഡിയാക്കി തന്നു. ഞങ്ങൾക്ക് ഫുഡ് വെക്കാൻ വേണ്ടി മാത്രം 1500 രൂപയാണ് ചാർജ് ആയത്. നമ്മളിത് പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞാൽ ഗ്യാപ്പിൽ വെക്കാൻ നിൽക്കുകയാണെങ്കിൽ എല്ലാവരും ടയേർഡാവുന്നുള്ളതുകൊണ്ട് ഇത് വളരെ ഉപകാരപ്രദമായിരുന്നു കേട്ടോ. എല്ലാവരും വിശ്രമിക്കണതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ റോസ്മിൻ ലക്സനും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു റീൽ അങ്ങോട്ട് എടുത്ത്. എന്നിട്ടും 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 നീ എൻ്റെ നെറുകയിലൊരു മുത്തം തന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് റോസ്മിയുടെ പേജിലിട്ടാ. അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ നേരെ വൈകുന്നേരം ഒരു 4:10 ഞങ്ങൾ ഇറങ്ങി. 4:45 നമുക്ക് വേളാങ്കണ്ണിയിൽ നിന്ന് നമ്മുടെ നോർമൽ ട്രെയിൻ വരണേ. ആ ട്രെയിനിൽ കയറി നാഗപട്ടണത്ത് എത്തണം. അപ്പോൾ അതിന് വേണ്ടി നിന്നപ്പോൾ എയ്ഡനെ നമുക്കൊന്ന് ലോക്കോ പൈലറ്റിനെ കാണിച്ചു കൊടുക്കാൻ പറ്റി. ട്രെയിൻ ഓടിക്കുന്ന ആളായ ലോക്കോ പൈലറ്റ് ഇതേ നിൽക്കണം. അങ്ങേരെ
എയ്ഡനെ ഒന്ന് കാണിച്ചൊക്കെ കൊടുത്ത് നേരെ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറി. ഓട്ടോറിക്ഷക്കാരൻ ചെറിയൊരു പണിയെന്ന് 100 രൂപ എന്നും പറഞ്ഞ് പോന്ന്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ 150 രൂപ വേണമെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല, കൊടുക്കാതെ വേറെ നിവർത്തിയില്ല. അതുകൊണ്ട് ഓട്ടോറിക്ഷയിൽ കയറുന്നതിന് മുമ്പ് തന്നെ പൈസ പറഞ്ഞ് ഉറപ്പിച്ചിട്ട് കയറാം, അല്ലെങ്കിൽ പറ്റിക്കപ്പെടും. 1-2 പേര് പറഞ്ഞ സംശയം ടിക്കറ്റിൻ്റെ ചാർജ് 350 രൂപയിലേ വരുള്ളൂ, 400 ചില്ല വന്നെന്നുള്ളത്. അതെന്താണ് കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ തത്കാലാണ് എടുത്തത്. തത്കാലം എന്ന് പറയുമ്പോൾ ഒരു ദിവസം മുമ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് റെഡിയാക്കി കിട്ടും. പെട്ടെന്ന് വേളാങ്കണ്ണി പോകാൻ ഒരു ആഗ്രഹം വന്നവർക്കും പെട്ടെന്ന് ലീവ് കിട്ടി നാട്ടിൽ വന്ന പ്രവാസികൾക്കൊക്കെ ടിക്കറ്റിൻ്റെ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി തത്കാലം എന്ന് പറഞ്ഞൊരു ഇത് യൂസ് ചെയ്തിട്ട് വേളാങ്കണ്ണിക്ക് പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 100 രൂപ ചേഞ്ചിൽ ടിക്കറ്റുകളെല്ലാം അവൈലബിൾ ആയിട്ട് കിട്ടും. അങ്ങനെ നേരെ നാഗപട്ടണത്തെത്തി. ആലുവക്കുള്ള ട്രെയിൻ 5:10 കറക്റ്റായിട്ട് വന്നു. തിരിച്ച് വീട്ടിലേക്ക് ഒറ്റ യാത്ര. അപ്പം ഞങ്ങളുടെ വേളാങ്കണ്ണി യാത്ര അവസാനിക്കും. കൂടെ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്ത് വേളാങ്കണ്ണിയിൽ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടാറ്റാ.